ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ പോലീസ് കസ്റ്റഡിയിൽ. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. സ്വത്ത് തർക്കമാണ് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. ഇളയ മകൻ വിജയനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ചെറുമകൻ വിഷ്ണു പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നും ദേവൻ എം പിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും എത്തുന്നത്. ഈ ഒരു സംഭവത്തിന് പിന്നിൽ മകൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് പോലീസിന്റെ അന്വേഷണമൊക്കെ നീങ്ങുന്നത്? സ്വാതി, സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇളയ മകൻ വിജയനെതിരെയായിരുന്നു പോലീസ് സംശയം ഉന്നയിച്ചിരുന്നത്. കാരണം ഈ നാട്ടുകാരിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇളയ മകനുമായിട്ടായിരുന്നു ഈ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നത്. സ്ഥിരമായി ഇയാൾ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ ബന്ധപ്പെട്ട് ഈ സ്ഥിരമായി ഈ വീട്ടിൽ നിന്നും ബഹളങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപേയും ഇതുപോലെ ഈ മരിച്ച രാഘവനുമായി ഈ സ്വത്ത് തർക്കം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരുവരും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിൽ ഈ രാഘവനെ ശാരീരികമായും രാഘവനെ ആക്രമിച്ചതായി ഈ കൊച്ചുമകൻ വിഷ്ണുവിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൈക്കൊക്കെ പരിക്കേറ്റതായി പറയുന്നുണ്ട്. അത്തരത്തിൽ പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഇളയ മകൻ വിജയനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മാന്നാർ പോലീസിൽ ഈ രാഘവൻ പരാതി നൽകിയിരുന്നത്. ഇളയ മകൻ വിജയൻ ഇത്തരത്തിൽ മദ്യപിച്ച് വീട്ടിലെത്തി തങ്ങളുമായി പ്രശ്നമുണ്ടാക്കുന്നെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും എല്ലാം കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ ഇവിടെ നിന്നും ഈ വാക്കുതർക്കമടക്കം ഉണ്ടായതായി പരിസരവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നാട്ടുകാർ ഈ സ്ഥലത്തെത്തി ആദ്യം ഈ വീടിന് തീ പിടിക്കുന്നത് കണ്ട് നാട്ടുകാർ അങ്ങോട്ട് ഓടിയെത്തുകയായിരുന്നു. അപ്പോഴേക്കും പൂർണ്ണമായും ഏകദേശം വീട് കത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ ഒരു ആദ്യഘട്ട ശ്രമത്തിൽ അവർ തന്നെയാണ് ഈ വീടിന് തീപിടുത്തം അണയ്ക്കാൻ ഒരു ശ്രമമൊക്കെ ഉണ്ടായത്. പിന്നീടാണ് ഫയർഫോഴ്സും പോലീസും അടക്കം ആളുകളെല്ലാം അവിടേക്ക് എത്തിയത്. ഏതായാലും ഫയർഫോഴ്സ് എത്തിയപ്പോഴത്തേക്കും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. അവിടെ തുടർന്ന് പോലീസ് ദേവൻ തുടരുക. ഇളയ മകൻ വിജയനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ചെറുമകൻ വിഷ്ണു പറഞ്ഞിരുന്നു. വിഷ്ണുവിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ജില്ലക്കാർ മോനാണെന്ന് വെച്ചാൽ നമുക്ക് 5 മക്കളുള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പം നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിന് 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലുകയും കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ദേവൻ തുടരുകയാണ്. ദേവൻ, ഈ ഒരു വിഷ്ണുവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് വിജയനെതിരെ മുൻപും പരാതി നൽകിയിരുന്നു എന്നുള്ളത്. ആ ഒരു പരാതിയിൽ ഏത് രീതിയിലായിരുന്നു പോലീസ് നടപടി എടുത്തിരുന്നത്? ആ പരാതി നിലവിലെ അന്വേഷണത്തിൽ അത് നിർണായകമാകുക? സ്വാതി, നമ്മൾ കൊച്ചുമകന്റെ പ്രതികരണം കേട്ടതുപോലെ തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ദമ്പതികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സ്റ്റേഷനിൽ ഹാജരാക്കാൻ ഈ വിജയന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇയാൾ സ്ഥിരമായി ഈ ഇത്തരത്തിൽ മദ്യപിച്ച് ഈ വീട്ടിലെത്തിക്കുകയും രാത്രി ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അത് തന്നെയാണ് പരിസരവാസികൾ അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. പോലീസ് ഈ ഒരു വിഷയത്തിൽ വിജയനോട് ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും എന്നാൽ ഇന്നായിരുന്നു വിജയൻ ഈ സ്റ്റേഷനിൽ ഹാജരാകേണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ ഒരു പരാതി കഴിഞ്ഞ ദിവസം നൽകിയതിനെ തുടർന്നുള്ള ഒരു വാക്കുതർക്കം ഇന്നലെയും ഈ രാത്രി വീട്ടിൽ ഉണ്ടായേക്കാം. അത് സംബന്ധിച്ച് ഒരുപക്ഷെ മാതാപിതാക്കളുമായി വിജയൻ എന്തെങ്കിലും തരത്തിൽ വാക്കുതർക്കം ഉണ്ടായേക്കാം. അതിനെ തുടർന്ന് മദ്യാസക്തിയിൽ ഒരുപക്ഷെ ഇന്നലെ രാത്രി വീടിന് തീവച്ചതാകാം എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതായാലും വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. മാതാപിതാക്കളെ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ വീടിന് തീ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോലീസ് എത്തി സ്ഥലത്ത് ആദ്യം കാണുന്ന കാഴ്ചയും ഇവർ രാത്രി കിടന്നുറങ്ങിയ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഈ രണ്ടുപേരെയും കത്തിക്കരിഞ്ഞ നിലയിൽ, മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അങ്ങനെ തന്നെ ഈ രാത്രി ഉറങ്ങി കിടന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്
മൃതദേഹം കിടന്നിരുന്നതും വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഈ പരിസരവാസികൾ ഈ പറയുന്നത് പ്രകാരം മുൻപും ഇത്തരത്തിൽ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം നാട്ടുകാരും കരുതിയിരുന്നില്ല. മദ്യപിച്ചെത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വീട്ടിനുള്ളിൽ നിന്നും ബഹളം കേൾക്കുമ്പോൾ അത് മകന്റെ സ്ഥിരം ഉള്ള ഒരു പ്രവൃത്തി പോലെ തന്നെയായിരുന്നു നാട്ടുകാരെല്ലാം കരുതിയിരുന്നത്. പക്ഷേ അത് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ നാട്ടുകാരും ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവം ഉണ്ടായപ്പോൾ മുതൽ മകൻ ഈ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ വിജയൻ വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം ഒരു കസേരയുമായി പരിസരത്തൂടെ നടക്കുന്നതായിട്ടൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ ഈ മകനോട് ചോദിച്ചിരുന്നു, വിജയനോട് ചോദിച്ചിരുന്നു, ഈ കസേരയുമായി എവിടെയാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഈ ഒരു മദ്യപാനിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ ഇയാളുടെ പ്രവൃത്തിയിൽ ഈ നാട്ടുകാർ അത്ര ഗൗരവത്തിൽ പലതും കണ്ടിരുന്നില്ല. ഈ ആളുടെ സൈക്കിൾ ഉൾപ്പെടെ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നതായിട്ട് കൊച്ചുമകൻ വിഷ്ണുവിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ വിജയനെ പ്രദേശത്ത് നിന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ മകൻ വിജയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ മാന്നാറിലാണ് വൃദ്ധ ദമ്പതികളെ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് മകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്.